നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വല്ലാത്തൊരു രാത്രിയാണല്ലോ ഇന്നലെ കടന്നുപോയത്. 61 ഗോളുകൾ പിറന്ന, ചില വമ്പന്മാർ കടിതെറ്റിയ, അതേസമയം ബാഴ്സലോണയെ പോലെയുള്ള, ആഴ്സണലിനെ പോലെയുള്ളവർ അവരുടെ ജൈത്രയാത്ര തുടർന്ന ഒരു ദിവസം. അപ്പോൾ ഇതിൽ മികച്ച പ്രകടനം നടത്തിയ കുറച്ച് കളിക്കാരെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് കഴിഞ്ഞ കളിയിൽ ഒക്കെ പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ഒന്ന് പതറുമ്പോൾ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വെർജിൽ വാൻ ഡൈക്ക് മിന്നും പ്രകടനം, അതുപോലെ റയലിനെ വീഴ്ത്തിയ ബെൻഫിക്കയ്ക്ക് വേണ്ടി ബ്രേസ് നേടിയ സൂപ്പർ താരത്തിൻ്റെ പ്രകടനം, ലാമിനെ യമാലിൻ്റെ കിടലൻ ഫോമിൻ്റെ തുടർച്ച, കുറേ നാളുകൾക്ക് ശേഷം ഗോളടിച്ച ഏർലിംഗ് ഹാലൻഡ്, മോസലായുടെ കിടലൻ ഫ്രീ കിക്ക് ഗോള്, മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഫ്രീ കിക്ക് ഗോള്, പിന്നെ കിലിൻ എംബാപ്പെ ടീം തോറ്റെങ്കിലും മിന്നും പ്രകടനം തുടരുന്നതിൻ്റെ കണക്ക്, ഇങ്ങനെ ഒരുപാട് മിന്നും പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ താരങ്ങളെ മിന്നിയവരെ നമ്മൾ നോക്കിയാണ്. വെർജിൽ വാൻ ഡൈക്കിൻ്റെ കാര്യത്തിൽ 2003-2004 സീസണിന് ശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സിംഗിൾ മത്സരത്തിൽ 3 അസിസ്റ്റുകൾ നേടുന്ന ആദ്യത്തെ സെൻറ്റർ ബാക്കായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനമാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടുള്ളത്. കറാബാഗിനെതിരെ ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക് ലിവർപൂൾ വിജയിച്ച് കയറുമ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ളത് 3 അസിസ്റ്റുകൾ, അതുപോലെ തന്നെ 3 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 73 പാസുകളിൽ 64 എണ്ണവും ആക്യുറേറ്റ് ആയിരുന്നു. 83 ടച്ചസ് ബോളിൽ അദ്ദേഹം നടത്തി. 4 ഏരിയൽ ഡ്യുവൽസ് 4ഉം അദ്ദേഹം വിൻ ചെയ്തു. 6 ഡിഫെൻസീവ് ആക്ഷൻസ് നടത്തി. അങ്ങനെ മികച്ച പ്രകടനമാണ് വെർജിൽ വാൻ ഡൈക്ക് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിന് പണി കൊടുത്തവനാണ്. റയലിന് പണി കൊടുത്തവൻ ആൻഡ്രിയാസ് ഷുവൽഡ്രപ്പ്. അദ്ദേഹം ഇരട്ട ഗോളുകളാണ് നേടിയത്. 10ൽ 10 sofascore.com നൽകിയ റേറ്റിംഗ്. റയലിനെ തീർത്തവൻ. പിന്നെ അവരുടെ ഗോൾ കീപ്പറുടെ ഗോൾ വേറെയുണ്ട്. അത് അവസാനം അവരെ UCLൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, നോക്കൗട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിക്കൊടുത്ത ഗോളാണ്. പക്ഷേ ടീമിൻ്റെ വിജയത്തിന് അടിത്തറയായത് ആൻഡ്രിയാസ് ഷുവൽഡ്രപ്പിൻ്റെ ഈ ഇരട്ട ഗോളുകൾ തന്നെയാണ്. അദ്ദേഹം ഈ കളിയിൽ 2 ഗോളുകൾ നേടുകയുണ്ടായി. 5 ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, അതിൽ 3 എണ്ണം ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 12 ഡ്യുവൽസിൽ 7 എണ്ണം വിൻ ചെയ്തു. 4 ഡ്രിബിൾസിൽ 4 എണ്ണം സക്സസ്ഫുള്ളായി. അങ്ങനെ 10ൽ 10 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. റയലിനെതിരെയാണ് ബെൻഫിക്കയ്ക്ക് വേണ്ടി ഒരു പ്രകടനം അദ്ദേഹം നടത്തിയത് എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രകടനം വന്നത് തീർച്ചയായിട്ടും മോസലയുടെ ഭാഗത്തു നിന്നാണ്. പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ, വിമർശനങ്ങളിലൂടെ, പുറത്തിരുത്തലുകളിലൂടെ ഒക്കെ കടന്നുപോയ മോസല ഈ ഒരു കളിയിലുണ്ടല്ലോ, കറബാഗിനെതിരെ ഒരു കിടിലൻ ഗോൾ അദ്ദേഹം നേടി എന്നത് കൂടാതെ 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 7 കീ പാസുകൾ കളിയിൽ ആ കാര്യത്തിൽ അദ്ദേഹം ഒന്നാമതാണ്. അങ്ങനെ 9.2 റേറ്റിംഗുമായിട്ട് സല തൻ്റെ മികവെന്താണെന്ന് കാണിച്ച ഒരു മത്സരം കൂടിയാണ് കടന്നുപോയിരിക്കുന്നത്. അതുപോലെ ജാവോ പെഡ്രോയുടെ കാര്യം എടുത്തു പറയണം. ചെൽസിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകളാണ് ഈ കളിയിൽ പിറന്നത്. നാപ്പോളിയെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കിയത് ചെൽസിയുടെ ഈ വിജയമാണ്. 3-2 അവർ വിജയിച്ച് കയറുമ്പോൾ ഇരട്ട ഗോളുകളാണ് ജാവോ പെഡ്രോയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരം 4 ഷോട്ടുകൾ തീർത്തു. 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്, 2 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, 2ഉം വിൻ ചെയ്തു. 14 ഡ്യുവൽസിൽ 10 എണ്ണം വിൻ ചെയ്തിട്ടുണ്ട്. 5 ഡിഫെൻസീവ് ആക്ഷൻസ് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 9.1 ജാവോ പെഡ്രോയുടെ ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. പിന്നെ ലാമിനെ യമാൽ ഒരിക്കൽ കൂടി അദ്ദേഹം തൻ്റെ മികവിൻ്റെ പാരമ്യതയിൽ 10ൽ 10ഉമായിട്ട് മിന്നിക്കത്തുമ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കോപ്പൻഹേഗനെ FC ബാഴ്സലോണ പരാജയപ്പെടുത്തുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കിടിലൻ വിജയമാണ് ബാഴ്സ ഈ കളിയിൽ നേടിയത്. 4-1 കോപ്പൻഹേഗനെ പരാജയപ്പെടുത്തി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16ലേക്ക് അവർ നേരിട്ട് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തു. അപ്പോൾ ലാമിനെ യമാലിന് 10ൽ 10, ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 3 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 65 പാസുകളിൽ 55 എണ്ണം ലക്ഷ്യത്തിലേക്ക്, 85% പാസിംഗ് ആക്യുറസി, 12 ഡ്യുവൽസിൽ 8 എണ്ണം വിൻ ചെയ്യുകയുണ്ടായി. 9 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, 6 എണ്ണം സക്സസ്ഫുള്ളായി. 10ൽ 10 റേറ്റിംഗുമായിട്ട് 10.5 തങ്കത്തിളക്കത്തോടെ ലാമിനെ യമാൽ വിരാജിക്കുന്നു.
അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനം ആ ഗോൾ കീപ്പറുടേതാണ്. ഗോൾ കീപ്പറെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ആരെ? ബെൻഫിക്കയുടെ ഗോൾ കീപ്പർ അനറ്റോലി ട്രൂബിൻ. ബെൻഫിക്കയെ ക്വാളിഫൈ ചെയ്യിച്ച ഗോൾ അദ്ദേഹത്തിൻ്റെതാണ്. വിജയിപ്പിച്ച ഗോളല്ല, ഓൾറെഡി അവർ ലീഡിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു ഗോൾ കൂടി അവർക്ക് വേണമായിരുന്നു. ആ സ്റ്റോപ്പേജ് ടൈമിൽ അദ്ദേഹം നേടിയ ഗോളിനെ നമ്മൾ എങ്ങനെ മറക്കാനാണ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ടയാളാണ് അനറ്റോലി ട്രൂബിന്. പിന്നെ ഗബ്രിയേൽ മാർട്ടിനെല്ലി, അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം തുടരുന്ന ഒരു കാഴ്ച. ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ വക ഗോൾ പിറന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ആഴ്സണലിന് വേണ്ടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും ഒരു ഗോള്. അപ്പം അത് ഹിസ്റ്ററിയാണ്. അപ്പം യൂറോപ്യനല്ലാത്തൊരു താരം അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ച കണക്കിൽ 1-ാം സ്ഥാനത്തേക്ക് UCL ബ്രസീലിയൻ താരം ഗബ്രിയേൽ മാർട്ടിനെല്ലി. 10 ഗോളുകളായിരിക്കുന്നു അദ്ദേഹം UCL ആഴ്സണലിന് വേണ്ടി. 9 ഗോളുമായിട്ട് അലക്സിസ് സാഞ്ചസ് 2ാമത്, 8 ഗോളുകളുമായിട്ട് ഇമാനുവൽ അഡബായോർ 8ാമത്, ഗബ്രിയേൽ ഹീസസ് 8 ഗോളുകളുമായിട്ട് ഇമാനുവൽ അഡബായോർ 3ാമത്, അലക്സിസ് സാഞ്ചസ് 2, അഡബായോർ 3, ഗബ്രിയേൽ ഹീസസ് 6 ഗോളുമായിട്ട് 4ാമത്. ഇതാണ് മാർട്ടിനെല്ലി. ഏതായാലും പുതിയ ചരിത്രമാണ് അവിടെ കുറിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നിരിക്കുന്നു സൂപ്പർ താരം കിലിയൻ എംബാപ്പയിൽ നിന്ന്. ആ കാര്യം നമ്മൾ മറക്കരുത്. ഒരിക്കൽ കൂടി അദ്ദേഹം ഇരട്ട ഗോളുകളുമായിട്ട് തൻ്റെ മികവ് തുടരുകയാണ്. 13 ഗോളുകളായിരിക്കുന്നു UCL ഈ ലീഗ് ഘട്ടത്തിൽ. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. നോക്കുക നിങ്ങൾ, ഇപ്പോൾ അദ്ദേഹം ബെൻഫിക്കയ്ക്കെതിരെയുള്ള ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വക ഗോൾ നേടിയിരിക്കുന്നു. ഇരട്ട ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു UCL അദ്ദേഹത്തിൻ്റെ പ്രകടനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാഴ്സയ്ക്കെതിരെ ഇരട്ട ഗോളുകളുണ്ടായിരുന്നു, ഖൈറാത്തിനെതിരെ ഇരട്ട ഗോളുകളും അസിസ്റ്റും ഉണ്ടായിരുന്നു, ഒളിമ്പിയാക്കോസിനെതിരെ അദ്ദേഹം ഗോൾ വർഷം നടത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പം മൊണോക്കോക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക ഗോളുകളുണ്ടായിരുന്നു, ഇരട്ട ഗോളുകളുണ്ടായിരുന്നു. സോ മിന്നും പ്രകടനം അദ്ദേഹം തുടരുന്ന ഒരു കാഴ്ച. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാൾ തീർച്ചയായിട്ടും എർലിംഗ് ഹാലൻഡാണ്. ഫൈനലി അദ്ദേഹം തൻ്റെ ഗോൾ ഡ്രൗട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 കളികളായിട്ട് അദ്ദേഹത്തിൻ്റെ വക ഗോളുകൾ ഉണ്ടായിരുന്നില്ല എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട്. ഇപ്പോൾ അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നു ഗാലറ്റസറായിക്കെതിരെ. അങ്ങനെ ഈ സൂപ്പർ താരങ്ങളൊക്കെ മിന്നിയ ഒരു ദിവസം, പല സംഭവങ്ങളുണ്ടായ ഒരു ദിവസം, ഇവരുടെ പേര് നമുക്ക് പറയാതിരിക്കാനാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം.